കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ നാശനഷ്ടം കണക്കാക്കാൻ 3 അംഗ സംഘങ്ങൾ സ്ഥലം സന്ദർശിച്ചു. 3 തഹസിൽദാർമാരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളാണ് സ്ഥലം സന്ദർശിച്ചത്. ദുരിതബാധിതർക്ക് സഹായങ്ങൾ ഉറപ്പാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ നാശനഷ്ടം കണക്കാക്കാൻ 3 അംഗ സംഘങ്ങളാണ് സ്ഥലം സന്ദർശിക്കുന്നത്. 3 തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ കൃഷിവകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടു. മുന്നറിയിപ്പിനെ തുടർന്ന് ആളുകളെ മാറ്റിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. റോഡും പാലവും തകർന്ന് ഒറ്റപ്പെട്ട നിലയിലാണ് ഈ മലയോര ഗ്രാമം. ഉരുൾ തകർത്തെറിഞ്ഞ വിലങ്ങാടിന് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളും റോഡും തകർന്നു. മലവെള്ളപ്പാച്ചിലിൽ ഏതാണ്ട് 4 കിലോമീറ്ററിലേറെ ദൂരം നാശം വിതച്ചിട്ടുണ്ട്. ജനുവരിയിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്ത വിലങ്ങാട് പാലവും ഭാഗികമായി തകർന്നു. ഉരുട്ടിപ്പാലത്തിന്റെ അനുബന്ധ റോഡ് പൂർണ്ണമായും ഒലിച്ചുപോയി. വിലങ്ങാട് ടൗണിലേക്കുള്ള റോഡിന്റെ പകുതിയോളവും പുഴയെടുത്തു. പുഴയോരത്തുള്ള വീടുകൾ പലതും തകർച്ചയിലാണ്. മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് വൈകിട്ട് തന്നെ 150-ലധികം പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു. മലവെള്ളത്തിൽ 13 വീടുകൾ പൂർണ്ണമായും ഒലിച്ചുപോയി. ഈ നാശനഷ്ടങ്ങളെല്ലാം കണക്കാക്കിയാകും നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുക. അതേസമയം വിലങ്ങാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട 10 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്നും ജില്ലാ പ്രസിഡന്റ് ഷീജ ശശി ഉറപ്പു നൽകി. മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന കാര്യം റവന്യൂ മന്ത്രി ഉറപ്പു നൽകിയതായി ഷാഫി പറമ്പിൽ എംപിയും വ്യക്തമാക്കി. മന്ത്രി റോഷി അഗസ്റ്റിനും സ്ഥലം സന്ദർശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കോഴിക്കോട് വിഷൻ.